8ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠം. ഇതൊരു കവിതയാണ്. അൽ കസ്ബു ത്വയ്യിബ് എന്നാണ് കവിതയുടെ പേര്. നല്ല സമ്പാദ്യം. അൽ കസ്ബ് സമ്പാദ്യം, അൽ കസ്ബു ത്വയ്യിബ് നല്ല സമ്പാദ്യം. അതൈത ഇൽ ഹയാത്തി ബിഗൈരി സത്രിൻ, ഒരു മറയുമില്ലാതെയാണ് നീ ജീവിതത്തിലേക്ക് വന്നത്. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ വസ്ത്രമൊന്നും ഉണ്ടാവില്ല അല്ലേ, മറയൊന്നുമില്ലാതെയാണ് ജനിച്ചു വീഴുന്നത്. വലം തുംസിക് ബി കഫിക അയ്യമാലിൻ, നിൻ്റെ കയ്യിൽ ഒരു പണവും നീ പിടിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ധാരാളം പണമൊക്കെ ഉണ്ട്, പക്ഷേ ജനിച്ചു വീഴുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പണവും ഒരു നാണയത്തൊട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഫ അൽബസക്കൽ ഇലാഹു സിയാബ ഫളിൻ, അള്ളാഹു അനുഗ്രഹത്തിൻ്റെ വസ്ത്രം നിനക്ക് പിന്നീട് ധരിപ്പിച്ചു. ഇലാ അൻസിർത മിൻ അബ്ഹർ റിജാലി, അങ്ങനെ നീ ഏറ്റവും സുന്ദരന്മാരായ ആളുകളിൽപ്പെട്ടവനായി തീർന്നു, ഏറ്റവും നല്ലവരായ ആളുകളിൽപ്പെട്ടവനായി തീർന്നു. നമുക്ക് വസ്ത്രങ്ങളൊക്കെ നൽകി നമുക്ക് അനുഗ്രഹം ചെയ്തു, നമ്മൾ നല്ല നിലയിൽ ജീവിക്കാൻ തുടങ്ങി. പിന്നീട് ഫദ അക്കലൽ ഹറാമി വഇഷ് അഫീഫൻ, നീ ഹറാമായ ഭക്ഷണം ഉപേക്ഷിക്കുകയും ഇഷ് അഫീഫൻ പവിത്രതയുള്ളവനായി ജീവിക്കുകയും ചെയ്യുക, പരിശുദ്ധനായി ജീവിക്കുകയും ചെയ്യുക. ഹറാമായ ഭക്ഷണം കഴിക്കരുത്, അതായത് ഹറാമായ സമ്പാദ്യം നീ ഉണ്ടാക്കരുത്, സമ്പാദിക്കരുത്. ഹലാലായ രൂപത്തിൽ മാത്രമേ പണം സമ്പാദിക്കാവൂ. ഫ ആക്കിബത്തുൽ ഹറാമി ഇലാ വബാലിൻ, ഹറാമിൻ്റെ പര്യവസാനം വിപത്തിലേക്കാണ്. ആക്കിബത്ത് പര്യവസാനം, ഹറാമായ പണം സമ്പാദിച്ചു കൂട്ടിയാൽ അവസാനം വിപത്തിൽ എത്തിച്ചേരുന്നതാണ്. വഹുബുസു സുഹ്തി സഖൂമും വനാറുൻ, ഹുബുസു സുഹ്ത്ത് എന്ന് പറഞ്ഞാൽ ഹറാമായ ഭക്ഷണം, ഹറാമായ സമ്പാദ്യം അല്ലേ. അതെന്താണ്? സഖൂമാണ്. എന്താണ് സഖൂം? നരകത്തിലുള്ളൊരു വൃക്ഷമാണ് സഖൂം അല്ലേ. ആ വൃക്ഷത്തിൻ്റെ പഴം നരകത്തിലുള്ളവരെ കൊണ്ട് തിന്നിക്കും. ആ പഴത്തിന് അതിമാരകമായ കയ്പും അതേപോലെ ചുട്ടുപൊള്ളുന്ന ചൂടുമായിരിക്കും. അപ്പോൾ ഹറാമായ സമ്പാദ്യം കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കൽ, അല്ലെങ്കിൽ ഹറാമായ സമ്പാദ്യം കൊണ്ട് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് എന്താണ്? സഖൂം മരം നമുക്ക് പ്രതിഫലമായി കിട്ടുന്നത് പോലെയാണ്. വനാറുൻ, അതേപോലെ തീയും അല്ലേ, നരകവും സഖൂം മരവും ഒക്കെയാണ് ഹറാമായ സമ്പാദ്യത്തിൻ്റെ പ്രതിഫലം. അതുത്ഇമു ജംറ നാരിൻ ലിൽ ഇയാലി, നിൻ്റെ ആശ്രിതർക്ക് നീ തീക്കനൽ ഭക്ഷണമായി നൽകുമോ? അതുത്ഇമു, നീ ഭക്ഷണമായി നൽകുമോ? ജംറ നാരിൻ, തീക്കനലിനെ, ലിൽ ഇയാലി, നിൻ്റെ ആശ്രിതർക്ക്, നിൻ്റെ കുടുംബത്തിന്, നിൻ്റെ ഭാര്യയ്ക്കും നിൻ്റെ മക്കൾക്കുമൊക്കെ നീ തീക്കനൽ ഭക്ഷണമായി നൽകുമോ? അപ്പോൾ നമ്മൾ ഹലാലല്ലാത്ത ഹറാമായ സമ്പാദ്യം സമ്പാദിച്ചുകൊണ്ട് അതിൻ്റെ പണം കൊണ്ട് നമ്മുടെ കുടുംബത്തിന് ഭക്ഷണം നൽകുന്നത് അവർക്ക് നരകം നൽകുന്നത് പോലെ തന്നെയാണ്, അവർക്ക് തീക്കനൽ നൽകുന്നത് പോലെ തന്നെയാണ്. ഇദാ മസ്സുഹ്തു മാസജ നബ്ല ഖൽബിൻ, സുഹത്ത്, നേരത്തെ പറഞ്ഞ സുഹത്ത് അല്ലേ, ഹറാമായ സമ്പാദ്യം ഹൃദയമിടിപ്പിനോട് കൂടി കലർന്നാൽ, ഹൃദയമിടിപ്പിനോട് ചേർന്നാൽ, അതായത് ഹറാമായ സമ്പാദ്യത്തിലായിക്കൊണ്ട് തന്നെ ഒരാൾ ജീവിച്ചാൽ ഫസ്വാഹിബുഹു സയുജ്രി ഫിൽ വലാലി, അവൻ വഴികേടിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഫസാഹിബുഹു സയുബഹറു ഫിൽ വലാലി, അവൻ വഴികേടിലാണ് അവൻ്റെ സഞ്ചാരം, അതായത് അവൻ വഴികേടിൽ തന്നെയായിത്തീരും. പിന്നീട് അവൻ വഴികേട് എങ്ങോട്ടേക്കാണ് അവനെ നയിക്കുന്നത്? അല്ലലാലത്തു ഇലന്നാരി, നരകത്തിലേക്കാണ് നയിക്കുന്നത്. ഫത്തിബ് ഐഷൻ ഫഇന്നൽ ഉംറ ശംസുൻ, ഫത്തിബ് ഐഷൻ, നീ നന്നായി ജീവിക്കുക. ഫഇന്നൽ ഉംറ ശംസുൻ, തീർച്ചയായും ആയുസ് എന്ന് പറയുന്നത് ശംസുൻ സതഗ്റുബ്, അസ്തമിച്ചു പോകുന്ന സൂര്യനാണ്. വൽ ഹയാത്തു ഇലാ സവാലിൻ, ജീവിതമാണെങ്കിലോ ക്ഷണിക നേരം മാത്രമേ ഉള്ളൂ, വളരെ കുറഞ്ഞ കാലമേ ജീവിതമുള്ളൂ. ജീവിതം, നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് അസ്തമിച്ചു പോകുന്ന സൂര്യനെ പോലെയാണ്. എന്ന് വെച്ചാൽ വളരെ കുറച്ച് കാലമേ നമ്മളിവിടെ ജീവിക്കുന്നുള്ളൂ. അതുകൊണ്ട് ആ ജീവിതം നമ്മൾ വളരെ നന്നായി ജീവിക്കുക, ഹറാമായതൊന്നും സമ്പാദിക്കാതെ. അള്ളാഹു എങ്ങനെയാണോ നമ്മളോട് ജീവിക്കാൻ പറഞ്ഞത് ആ രൂപത്തിൽ മാത്രം നമ്മൾ ജീവിക്കുക, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. വലന്യുഗനിയക്കൽ യൗമൽ ഹശ്രി കൻസുൻ, ഖിയാമത്ത് നാളിൽ ഒരു കൻസും, ഒരു നിധിയും നിനക്ക് ഉപകാരപ്പെടുകയില്ല. വലന്യുഗനിയക്ക, നിനക്ക് പ്രയോജനപ്പെടുകയില്ല, നിന്നെ സമ്പന്നമാക്കുകയില്ല. യൗമൽ ഹശ്രി, ഖിയാമത്ത് നാളിൽ കൻസുൻ, ഒരു നിധിയും. നീ ഇവിടെ ദുനിയാവിൽ എത്ര വലിയ നിധി
സമ്പാദിച്ച് വെച്ചിട്ടും കാര്യമില്ല. എവിടെ? ഖിയാമത്ത് നാളിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വലായുഞ്ചി ഹുനാക്ക സിവൽ ഹലാലി, ഹലാലല്ലാതെ അവിടെ അന്ന് നിന്നെ വേറൊന്നും രക്ഷപ്പെടുത്തുകയില്ല. ഹലാലായ സമ്പാദ്യം മാത്രമേ അന്ന് നിന്നെ രക്ഷപ്പെടുത്തുകയുള്ളൂ. ഹറാമായ സമ്പാദ്യം ഇവിടെ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ഹറാമായ സമ്പാദ്യം നടത്തിയവർ നരകത്തിലേക്ക് പോകും. ഹലാലായ സമ്പാദ്യം ഉണ്ടാക്കിയവരാണെങ്കിലോ അവർക്ക് സ്വർഗവാതിൽ അല്ലാഹു തുറന്നു കൊടുക്കും. ഇനി ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? മുസ്തഫ ഖാസിം അബ്ബാസ് എന്ന കവിയാണ്. അദ്ദേഹം ഷാഇറുൻ സൂരിയുൻ മഷ്ഹൂറുൻ, പ്രശസ്തനായ ഒരു സിറിയൻ കവിയാണ്. വുലിദ സനത്ത് 1979 മീലാദിയ, 1979 അദ്ദേഹം ജനിച്ചത്. വമിൻ ദീവാനിഹി, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൽപ്പെട്ടതാണ് ദീവാൻ കവിതാ സമാഹാരം. സുവറുമിൻ മഅസാത്തിന വ ബദറുദ്ദുജ എന്നീ 2 കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിനുണ്ട്. വേറെയുമുണ്ട്. വലഹു കുത്തുബുൻ വ മക്കാലാത്തുൻ, അദ്ദേഹത്തിന് പുസ്തകങ്ങളും ലേഖനങ്ങളുമുണ്ട്. മക്കാലാത്ത് മീൻസ് ലേഖനങ്ങൾ. ഫിൽ മജാലാത്തിൽ മുഖ്തലിഫ, വിവിധ രംഗങ്ങളിൽ പല വിഷയങ്ങളിലായിട്ട് അദ്ദേഹം പുസ്തകങ്ങളും ലേഖനങ്ങളുമൊക്കെ എഴുതിയിട്ടുണ്ട്. നാല ഷായർ അല ജായിസത്തിൽ ബുർദ അൽ ആലമിയ, അൽ ബുർദ അൽ ആലമിയ എന്ന അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട്. എപ്പോൾ? സനത്ത 2016 അദ്ദേഹം ആ അവാർഡ് നേടിയത്. ഓക്കെ. ഇനി നുൻഷിദുൽ മൻലൂമ വനുറത്തിബുൽ മആനിയ ഹസ്ബ സുത്തൂർ, വരികൾക്കനുസരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ, വരികളുടെ ആശയങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഓർഡറിലാക്കാം. ക്രമം തെറ്റിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ക്രമപ്പെടുത്താം. ഓരോ സെൻറ്റൻസുകൾ വായിച്ച് നോക്കിയിട്ട് അവയ്ക്ക് യോജിക്കുന്ന കവിതയിലെ വരി ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഒന്നാമത്തത് അത്വാമുൽ മുക്തസബു ബിൽ ഹറാമി, ഹറാമായി സമ്പാദിക്കപ്പെടുന്ന ഭക്ഷണം യക്കൂദു ആക്കിലഹു, അത് കഴിക്കുന്നവരെ നയിക്കും, ഇലൽ ഹലാക്കി, നാശത്തിലേക്ക് നയിക്കും. ഹൽ തുഹിബു അൻ തുത്ഇമ അഹ്ലക ജംറത്ത് നീറാനി, നിൻ്റെ കുടുംബത്തെ തീക്കനൽ തീറ്റിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത് ഏത് വരിയോടാണ് യോജിക്കുന്നത്? വഹുബുസു സ്വഹത്തി സഖൂമുൻ വനാറുൻ അതുത്ഇമു ജംറ നാരിൻ ലിൽ ഇയാലി, ആ വരിയുമായിട്ടാണ് യോജിക്കുന്നത് അല്ലേ? അപ്പോൾ ആ വരിയുടെ നമ്പർ എത്രയാണ്? അതാണ് ഈ സെൻറ്റൻസിൻ്റെയും നമ്പർ. ഇനി ഇത് രണ്ടാമത്തത് ലാ യുൻജീക കൻസുൻ യൗമൽ ഹിസാബി, ഹിസാബിൻ്റെ ദിവസം, വിചാരണ ദിവസം ഒരു കൻസും ഒരു നിധിയും നിന്നെ രക്ഷപ്പെടുത്തുകയില്ല. ഇല്ലക്തിസാബുൽ ഹലാലി, ഹലാലായ സമ്പാദ്യമല്ലാതെ. അത് ഏറ്റവും അവസാനത്തെ വരിയാണ് അല്ലേ? ലൻ യുഗ്നിയക യൗമൽ ഹശ്രി കൻസുൻ വലാ യുൻജി ഹുനാക സിവൽ ഹലാലി. ഇനി മൂന്നാമത്തത് തൊയ്യിബ് ആയിഷക്കലി അന്ന ഉംറക കശംസി, നിൻ്റെ ജീവിതം നീ നന്നാക്കുക, കാരണം ഉംർ ആയുസ് എന്ന് പറയുന്നത് കശംസില്ലത്തി തഗീബു, അസ്തമിച്ചു പോകുന്ന സൂര്യനെ പോലെയാണ്. വൽ ഹയാത്തു സായിലത്തുൻ, ജീവിതമാണെങ്കിൽ ക്ഷണിക നേരത്ത് തീരുന്നതുമാണ്. അതേതാണ്? അവസാനത്തിന് മുമ്പുള്ള വരി അല്ലേ? ഫത്തിബ് ആയിഷൻ ഫ ഇന്നൽ ഉംറ ഷംസുൻ സത്തഗ്റുബു വൽ ഹയാത്തു ഇലാ സവാലിൻ എന്നുള്ള വരി. അടുത്തത് ഉത്തറുക്ക് തനാവുലൽ ഹറാ യാ അയ്യുഹൽ ഇൻസാൻ, യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, കാനത്ത് വിലാദത്തുക ബിലാ സൗബിൻ വലാ മാലിൻ. ഒന്നാമത്തെ വരിയാണ് അല്ലേ? നിൻ്റെ ജനനം വസ്ത്രമോ ധനമോ ഇല്ലാതെയായിരുന്നു. അത് ഏറ്റവും ആദ്യത്തെ വരി. അത്തൈത്ത ഇലൽ ഹയാത്തി ബിഗൈരി സത്തിരിൻ വലം തുംസിക് ബി കഫിക അയ്യ മാലിൻ എന്നുള്ള വരിയാണ്. ഇനി അടുത്തത് ഉത്തറുക്ക് തനാവുലൽ ഹറാമി, നീ ഹറാമ് കഴിക്കുന്നത് ഉപേക്ഷിക്കുക. വൈഷ് കരീമൻ, മാന്യനായി ജീവിക്കുക. ലി അന്നൽ ഹറാമ് യജ്ലിബു ഇലൈക്കൽ ഹലാക്ക, കാരണം ഹറാമ് നിന്നിലേക്ക് ഹലാക്ക്, നാശം കൊണ്ടുവരുന്നതാണ്. അതേതാ വരിയാണ്? ഇദാമസ്സുഹുത്ത് ഫദ അക്കലൽ ഹറാമി വൈഷ് അഫീഫൻ അല്ലേ? ഫദ അക്കലൽ ഹറാമി വൈഷ് അഫീഫൻ, നീ ഹറാം ഉപേക്ഷിക്കുകയും പവിത്രതയുള്ളവനായിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യുക. ഫാക്കിബത്തുൽ ഹറാമില വബാലിൻ, ഹറാമിൻ്റെ പര്യവസാനം വിപത്തിലേക്കാണ്. അതാണ് ഉത്തറുക്ക് തനാവുലൽ ഹറാമി എന്ന വരിയുമായിട്ട് യോജിക്കുന്നത്. അടുത്തത് സറക്കല്ലാഹു ലിബാസൻ യുവാരി സൗഅത്തക വ ജമാലൻ വസീ, റസക്കല്ലാഹു ലിബാസൻ, അള്ളാഹു നിനക്ക് വസ്ത്രങ്ങൾ നൽകി. യുവാരി സൗഅത്തക, നിൻ്റെ നഗ്നത മറക്കാൻ. വ ജമാലൻ, നിനക്ക് സൗന്ദര്യം നൽകി. വസീനത്തൻ, നിനക്ക് ഭംഗി നൽകി.
അലങ്കാരം നൽകി. അത് രണ്ടാമത്തെ വരിയാണ് അല്ലേ. ഫ അൽബസക്കൽ ഇലാഹു സിയാബ ഫദലിൻ ഇലാ അൻസിർത മിൻ അബ്ഹർ റിജാലി. ഇനി ഇനിഖ്തലത്തൽ മാലുൽ ഹറാമു ബിദമിൽ മർഇ വഖ സാഹിബുഹു ഫിൽ ദലാലി. ഏതെങ്കിലും ഒരാളുടെ രക്തവുമായിട്ട് ഹറാമായ സമ്പാദ്യം ചേർന്നാൽ കലർന്നാൽ വഖ സാഹിബുഹു ഫിൽ ദലാലി, അതിൻ്റെ ഉടമ അതായത് അങ്ങനെ കലർന്നവൻ ലലാലിൽ വഴികേടിൽ പതിച്ചു പോകും. അതേതാണ്? ഇദാമസ്സുഹ്തു മാസ ജനബുൽ ഖൽബിൻ ഫസാഹിബുഹു സയുബ്ഹർ ഫിൽ ലലാലി എന്നുള്ള വരിയാണ് അതുമായിട്ട് യോജിക്കുന്നത്. ഓക്കെ, അതിനനുസരിച്ച് അർത്ഥങ്ങൾ വരികൾ ക്രമപ്പെടുത്തുക. നക്തബുൽ മുഫ്രദ ലിൽ ജുമൂഇൽ ആത്തിയ, താഴെയുള്ള ജമ്മുകൾക്ക് മുഫ്രദ് എഴുതാം. അൽ അംവാലുൻ എന്നാൽ ധനങ്ങളുടെ, അതിൻ്റെ മുഫ്രദ് മാലുൻ. ഇനി കുലൂബുൻ മനസ്സുകൾ ഹൃദയങ്ങൾ, അതിൻ്റെ മുഫ്രദ് എന്താണ്? ഖൽബുൻ. അഅ്മാറുൻ ആയുസ്സുകൾ വയസ്സുകൾ, അതിൻ്റെ മുഫ്രദ് ഉംറുൻ ആയുസ് പ്രായം. അയ്യാമുൻ ദിവസങ്ങൾ, അതിൻ്റെ മുഫ്രദ് യൗമുൻ ദിവസം. കുനൂസുൻ നിധികൾ, മുഫ്രദ് കൻസുൻ നിധി. ഓക്കെ, ഇനി അടുത്തത് നഖറ ബാദൽ മഫാഹിമി മിനൽ മൻദൂമി വ നുളീഫു. ചില മഫ്ഹൂം ചില ആശയങ്ങൾ നമുക്ക് കവിതയിൽ നിന്നും വായിച്ച് നമുക്കെന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതിലില്ലാത്ത ആശയങ്ങൾ കൂടെ, ഇതിൽ എഴുതിയിട്ടില്ലാത്ത ആശയങ്ങൾ കൂടെ നമുക്ക് കണ്ടെത്താം. ഇവിടെ ഉള്ളത് നോക്കാം. ഇത് കണ്ടെത്തി ഇവിടെ എഴുതണം അല്ലേ. യഖൂലു ഷാഇറു, ഒന്നാമത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നു. യഖൂലു ഷാഇറു മുസ്തഫ ഖാസിം അബ്ബാസ് ഫി ഹാദൽ മൻദൂമി അൻ അഹമിയത്തിൽ കസ്ബിൽ ഹലാലി. ഹറാമായ ഹലാലായ സമ്പാദ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ്, സമ്പാദ്യത്തിൻ്റെ അഹമ്മിയത്ത് പ്രാധാന്യത്തെക്കുറിച്ച് ഷാഇർ ഇതിൽ പറയുന്നു എന്നാണ് ഒന്നാമത് എഴുതിയിരിക്കുന്നത്. അത് ഇവിടെ ഉണ്ടല്ലേ, ഇത് നോക്കിയാൽ മനസ്സിലാകും. യഖൂലു ഷാഹിർ പറയുന്നു ഫി ഹാദൽ മൻദൂമി ഈ കവിതയിൽ അൻ അഹമ്മിയത്തിൽ കസ്ബിൽ ഹലാലി, ഹലാലായ സമ്പാദ്യത്തിൻ്റെ അഹമ്മിയത്ത് ഇമ്പോർട്ടൻസ് പ്രാധാന്യത്തെക്കുറിച്ച്. അപ്പോൾ യഖൂലു ഷായിറു എന്ന് പറഞ്ഞാൽ കവി പറയുന്നു, ഫി ഹാദൽ മൻദൂമി ഈ കവിതയിൽ, അൻ കുറിച്ച്, എന്തിനെക്കുറിച്ച്? അഹമ്മിയത്തിൽ കസ്ബിൽ ഹലാലി, ഹലാലായ കസ്ബിൻ്റെ അഹമ്മിയത്ത് പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു. ഇനി യഖൂലു ഷായിറു ഫി ഹാദൽ മൻദൂമി അനിൽ ഐഷി ത്വയ്യിബി, രണ്ടാമത്തതും പറയാം, നല്ല ജീവിതത്തെക്കുറിച്ച് കവി ഇതിൽ പറയുന്നു. പിന്നെയോ അൻ തജന്നുബി അക്കിലിൽ ഹറാമി, ഹറാമായ ഭക്ഷണം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച്, ഒഴിവാക്കേണ്ടുന്നതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ അൻ ഹയാത്തി ദുനിയ അൽഫാനിയ, നശിച്ചു പോകുന്ന ഈ ദുനിയാവിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ യഖൂലു ഷായിറു എന്നുള്ളത് ഈ 4 സെൻറ്റൻസിൻ്റെ കൂടെയും വെക്കാം അല്ലേ. ഈ 4നെക്കുറിച്ചും പറയുന്നു എന്ന് പറയാം. എന്നാൽ യഹ്ഫിസു ഷായിറു എന്നതോ, യഹ്ഫിസു എന്നാൽ പ്രചോദിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ 4ഉം പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. യഹ്ഫിസു ഷായിറു കവി പ്രചോദിപ്പിക്കുന്നു, ഫി ഹാദൽ മൻദൂമി ഈ കവിതയിൽ, അല യഹ്ഫിസു ഷായിറുവിൻ്റെ ശേഷം അലയാണ് വരിക, അന്നോ ഇലയോ അല്ല. അതേപോലെ യഖൂലുവിൻ്റെ ശേഷം അന്നാണ് വരിക, അതിനെക്കുറിച്ച് പറയുന്നു. യഹ്ഫിസു ഷായിർ ഫി ഹാദൽ മൻദൂമി ഈ കവിതയിൽ ഷായിർ പ്രചോദിപ്പിക്കുന്നു, എന്തിനെ? അലൽ ഐഷി ത്വയ്യിബി, നല്ല ജീവിതത്തിൻ്റെ മേൽ പ്രചോദിപ്പിക്കുന്നു, അതായത് നന്നായി ജീവിക്കണം എന്ന് പറയുന്നു എന്നർത്ഥം. പിന്നെ യഹ്ഫിസു ഷായിർ ഫി ഹാദൽ മൻദൂമി ഈ മൻദൂമിൽ ഷായിർ പ്രചോദിപ്പിക്കുന്നു, അലാ തജന്നുബി അക്കിലിൽ ഹറാമി, ഹറാമായ ഭക്ഷണം ഉപേക്ഷിക്കാൻ വേണ്ടി അല്ലേ, ഉപേക്ഷിക്കാൻ പ്രചോദിപ്പിക്കുന്നു. അത് രണ്ടുമാണ് യഹ്ഫിസു ഷായിറുവിൻ്റെ കൂടെ യോജിക്കുന്നത്. അടുത്തത് യുഷീറു ഷായിർ സൂചിപ്പിക്കുന്നു, ഫി ഹാദൽ മൻദൂമി ഈ കവിതയിൽ, ഇല യുഷീറുവിൻ്റെ കൂടെ എന്താ വരിക? ഇലയാണ് വരിക. എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇല അഹമ്മിയത്തിൽ കസ്ബിൽ ഹലാലി, ഹലാലായ സമ്പാദ്യത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ സൂചിപ്പിക്കുന്നു. പിന്നെയോ അതാണ് അതുമായിട്ട് യോജിക്കുന്നത്. ഓക്കെ, അതൊക്കെ ഇവിടെ എഴുതുക. ഇതോടെ 3ാമത്തെ യൂണിറ്റ് കഴിഞ്ഞു.